You have school. I don't know why I'm auditioning with you guys. I doubt anyone else here is even a tenor. We're all tenors. We're 7. Hey, play date. ഹലോ വർഗീസ് ചേട്ടാ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ പറയുന്നത് കേൾക്കുന്നോ? ഹലോ, ആ വർഗീസ് ചേട്ടാ, ഇപ്പൊ കേൾക്കാമോ? ഞാൻ വിളിച്ചതേ, ഞാൻ പറഞ്ഞ ഫോട്ടോ കിട്ടിയായിരുന്നോ? ഞങ്ങളൊക്കെ പള്ളി പോകുന്ന സമയത്തേ ആ ബുക്ക് സ്റ്റാൾ അടഞ്ഞു കിടക്കായിരിക്കും. ചേട്ടൻ എല്ലാ ദിവസവും ആ രാവിലെയാണല്ലോ പള്ളി പോകുന്നത്. ആ അതുകൊണ്ടാണ് വാങ്ങാൻ പറഞ്ഞത്. ശബ്ദത്തിന് എന്തു പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മരുന്ന് കഴിച്ചിരുന്നോ? ഹോസ്പിറ്റലിൽ എങ്ങനെ പോണോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആ എന്നാ പിന്നെ ചേട്ടാ റെസ്റ്റ് എടുത്തോ. ആ ഞാൻ കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് വരാം. വർഗീസേന് എന്ത് പറ്റി? ചെറിയൊരു ശ്വാസം മുട്ട് പോലെ എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് റൂമിൽ പോയി നോക്കുന്നുണ്ട്. എന്തോ ഒരു ഫോട്ടോയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ റൂമിൽ ഒരു ഫോട്ടോയുടെ കുറവുണ്ട്. അത് പള്ളിയുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങണ കാര്യം പറഞ്ഞതാ റീസെറ്റിൻ്റെ അടുത്ത്. ഈ ഇരിക്കുന്ന ഒന്നും പോരാഞ്ഞിട്ടാണോ വേറൊരു ഫോട്ടോയും കൂടി? ഒരു കുറവുണ്ടോ? ആ പപ്പയുടെ മോള് പിണങ്ങിക്കുവാ. ഇങ്ങുവാ പിണക്കുവാണോ? വാ 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 വാ, നമുക്കിന്ന് ഡിന്നർ വെളിയിൽ നിന്നാവാം. വാ, മീനു മോൾക്ക് ഐസ്ക്രീം വാങ്ങിത്തരാം. ആഹാ, എല്ലാരും കൂടി എങ്ങോട്ടാ? ചെറിയൊരു ഔട്ടിങ്. അങ്കിൾ എവിടെ പോയതാ? ഞാൻ വെറുതെ നടക്കാൻ പോയതാ മോളെ. എന്നാ പിന്നെ സമയം കളയണ്ട, കാണാം. ഓക്കെ തോമസേട്ടാ, നമുക്ക് നാളെ നേരത്തെ ഇറങ്ങണട്ടാ. മതി. കാരണം ബജറ്റ് മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ളതാ. ആയിക്കോട്ടെ. ജെസി, ഞാനൊന്ന് വർഗീസേട്ടനെ കണ്ടിട്ട് വരാം. ചെല്ലാന്ന് പറഞ്ഞല്ലേ, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും വർഗീസേട്ടൻ ഉറങ്ങിയാലോ? ശരി. വർഗീസേട്ടാ, ചേട്ടാ പ്രാർത്ഥിക്കായിരുന്നോ? ആ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. കഴിഞ്ഞു ജിമ്മി. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? കുറവുണ്ടോ? ആ മരുന്നും കുറച്ച് ചൂടുവെള്ളവും കുടിച്ചിരുന്നു. ആ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്. വർഗീസ് ചേട്ടൻ ഒന്ന് വാങ്ങി വരണ്ടേ? ഒന്നും വേണ്ട, കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി അത് കഴിച്ചൊന്ന് ഉറങ്ങി എണീറ്റ് എല്ലാം ഉഷാറാകും. ആ എന്നാ ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ആ ശരി, എന്നാൽ നിങ്ങൾ പോയിട്ട് വാ. ശരി ചേട്ടാ. നമ്മൾ ഒരുപാട് വൈകി. നാളെ നേരത്തെ ഓഫീസിൽ പോകേണ്ടതാ. ഇതെന്നും ഇല്ലല്ലോ ജിമ്മിച്ച, വല്ലപ്പോഴും അല്ലേ? ആ ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഇനി അതും പറഞ്ഞ് മുഖം വീർപ്പിക്കണ്ട. നിനക്കെന്തു പറ്റി? എന്താ ജെസ്സി നീ മരുന്ന് കഴിക്കുന്നത്? വയറിനൊരു അസ്വസ്ഥത, നല്ല ബോഡി പെയിനും ഉണ്ട്. ഓ ഔട്ട്സൈഡ് ഫുഡാണോ വില്ലൻ? ഇത് ഫുഡിന്റെ ഒന്നും അല്ല, നല്ല തലവേദനയുണ്ട്. നീ കിടന്നോ. ഹലോ, നീ എന്താ എഴുന്നേൽക്കുന്നില്ലേ? ഇല്ല ജിമ്മിച്ച, ഞാൻ ഓഫീസിൽ വരുന്നില്ല. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ജിമ്മിച്ചൻ ബോസിനോട് പറഞ്ഞാൽ മതി. എന്താ പറ്റിയേ? പനിക്കുന്നുണ്ടോ? പനിയൊന്നുമില്ല. ആ എന്നാ പിന്നെ നീ റെസ്റ്റ് എടുക്ക്.
വർഗീസേട്ടാ ഗുഡ് മോർണിംഗ്. നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഉറങ്ങി എണീറ്റാൽ തീരുന്ന പ്രശ്നം എനിക്കുള്ളൂ. വർഗീസേട്ടാ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഫോട്ടോയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഞാനതും പറഞ്ഞിട്ടില്ല ജിമ്മി. ഓക്കെ. ഗുഡ് മോർണിംഗ് തോമസ് ഏട്ടാ. ലേറ്റ് ആയോ? ഇല്ല ഞാനിപ്പോ എത്തിയുള്ളൂ. അല്ല ഇന്ന് ജെസ്സി മാഡം വരുന്നില്ലേ? ഇന്ന് ജെസ്സി ലീവ് എടുത്തു. തോമസ് ഏട്ടാ മീറ്റിംഗ് റൂം ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മീറ്റിംഗ് റൂം റെഡി ആയിട്ടുണ്ട്. ഓക്കെ. സുരേഷേ പ്രസന്റേഷനെല്ലാം റെഡി അല്ലേ? എല്ലാം റെഡിയാണ് സാർ. ഓക്കെ ഓക്കെ ശരി. ഹലോ ജെസ്സി ഇവിടെ മീറ്റിംഗ് തുടങ്ങാറായി. ഓക്കെ ഞാൻ ഇപ്പോൾ ഇറങ്ങായി. സുരേഷ് യു പ്ലീസ് ക്യാരി ഓൺ ദ മീറ്റിംഗ്. ഐ ഹാവ് ടു ലീവ്. ഓക്കെ സാർ. എന്ത് പറ്റി ജെസ്സി? നീ കാര്യം പറയ്, എന്താ പ്രശ്നം? ജിമിച്ച നമുക്ക് വേഗം നാട്ടിലേക്ക് പോകണം. എന്താണ് കാര്യം? ജിമിച്ച അത് ഞാൻ പ്രഗ്നന്റ് ആണ്. നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ജിമിച്ച ഞാൻ പണ്ട് പറഞ്ഞതെല്ലാം മറന്നുപോയോ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ നമുക്കൊരു കുഞ്ഞു മതിയെന്ന്. ശരിയാ നീ പറഞ്ഞിരുന്നു ജെസ്സി. അതൊക്കെ 8-9 വർഷം മുമ്പുള്ള കാര്യങ്ങളല്ലേ. എല്ലാം നാം തീരുമാനിച്ച പോലെ നടക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യൻ കണക്ക് കൂട്ടുന്നു, പക്ഷേ അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. എന്ത് പറഞ്ഞാലും കർത്താവ്. നമുക്കൊരു തീരുമാനം വേണം എന്തിനും. ജിമിച്ചൻ എന്താ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? നിന്റെ സ്വപ്നം എന്റെയും സ്വപ്നമല്ലേ. ഓരോ സ്വപ്നവും പൂവണിയാൻ ഓരോ സമയമുണ്ട്. അത് നാം വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഇത് വേണ്ടെന്ന് വെക്കാൻ പോവാ. 6 മാസം കഴിഞ്ഞ എനിക്കൊരു പ്രൊമോഷൻ ഉള്ളതാണെന്ന് അറിയാമല്ലോ. നിന്റെ ഒരു പ്രൊമോഷൻ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണോ? അപ്പൊ എന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയില്ല അല്ലേ? ഒരു സ്ത്രീക്ക് എന്താ അവളുടെ നാളെ കുറിച്ച് സ്വപ്നം കണ്ടുകൂടെ? ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. എല്ലാത്തിനും വില കൊടുക്കേണ്ട സ്ത്രീ മാത്രം. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നിന്റെ വയറ്റിലുള്ള നമ്മുടെ കൊച്ചിനെ കുറിച്ച്, അതിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? എന്റെ തല ധരിക്കുന്നു. സ്വാർത്ഥരാണ്, എല്ലാവരും സ്വാർത്ഥരാണ്. നമ്മുടെ ഈ കുടുംബം തിരുക്കുടുംബമാണെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ജെസ്സി നീ ഒന്ന് മനസ്സിലാക്കണം. സ്ത്രീയുടെ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞ് നിന്റെ അമ്മ 3ാമതും എന്റെ അമ്മ 5ാമതും പ്രസവിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഞാനും നീയും ഇല്ല. അസ്തമയം
എന്താ മോളെ? ജിമിച്ച ഫോൺ എടുക്കാതെ പുറത്തേക്ക് പോയി. മോക്ക് ചെറുതായി പനിക്കുന്നുണ്ട്. വർഗീസ് ചേട്ടൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു അഡോൾ വാങ്ങി തരാമോ? അതിനെന്താ മോളെ, ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല പനിയുണ്ട്. താങ്ക് യു ഏട്ടാ. മോളെ, ഇത് ജിമ്മി വാങ്ങാൻ പറഞ്ഞ ഫോട്ടോയാ. ഓക്കെ ഏട്ടാ. ശരി മോളെ. മോളെ എനിക്ക് മരുന്ന് കുടിക്കട്ടോ. കുടി. എൽസമ്മേ, നീ കേൾക്കുന്നില്ലേ? ആ, ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നു. മോൻ എവിടെയാ? ക്രിസ്മസിന് മുമ്പ് തന്നെ അവനെ കൊണ്ടുവരണമെന്നാ പ്ലാൻ. അവൻ ഇവിടെ നല്ലൊരു ജോലിയായിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് വരാൻ. കുറെ നാളായില്ലേ ഇവിടെ ഇങ്ങനെ തനിച്ച്. അവന് നല്ലൊരു ജോലി ശരിയാവാൻ നമുക്ക് ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ആ ആ ശരി എൽസമ്മേ, ഇവിടെ വർഗീസേട്ടൻ വന്നിട്ടുണ്ട്. മോൻ വരുമ്പോ പറയണേ, ഞാൻ പിന്നെ വിളിക്കാം. എന്തുണ്ട് വിശേഷം തോമസേ? ആ, മോന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് തോമസേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വർഗീസേട്ടന്റെ അസുഖമൊക്കെ കുറവില്ലേ? അതിങ്ങനെ വരും പോവും. പ്രായമൊക്കെ ആയില്ലേ. നമ്മുടെ സെബാസ്റ്റ്യൻ നാളെയല്ലേ വരുന്നേ? അതെ അതെ, സെബാസ്റ്റ്യൻ വന്നിട്ട് വേണം മോന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, നമ്മൾ 3 പേര് ഒരുമിച്ച് വന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ. കുറച്ച് വിദ്യാഭ്യാസവും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സെബാസ്റ്റ്യൻ ഒന്ന് നല്ല നിലയിലെത്തി. അതുകൊണ്ടല്ലേ വർഗീസേട്ടാ നമ്മളൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ. ഈ രാജ്യം ഒരുപാട് വളർന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തോമസേ, ജിമ്മിയോടൊന്ന് അകത്തേക്ക് വരാൻ പറയൂ. ജിമ്മി പുറത്തൊരു മീറ്റിങ്ങിന് പോയിരിക്കുക. ഓഹോ. തോമസേ, എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? ജിമ്മി ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം ഓ തന്നെയല്ലേ? യെസ്. നമ്മുടെ വർഗീസേട്ടൻ എന്ത് പറയുന്നു? സുഖം തന്നെ. എന്നാലും പ്രായത്തിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. എപ്പോഴും വിചാരിക്കും അവിടേക്കൊന്ന് ഇറങ്ങണമെന്ന്.
ഈ ക്രിസ്മസിന് നമുക്കൊന്നിച്ച് കൂടിയാലോ? ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ തോമസേ. വർഗീസേട്ടാ, ആ കയറുവാ തോമസേ. മോന്റെ വിസ ശരിയായിട്ടുണ്ട്. അടുത്ത ആഴ്ച അവനിങ്ങ് എത്തും. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം കിട്ടുമെന്ന്. കേൾക്കാൻ കാതും കാണാൻ കണ്ണുമുള്ളവനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് സന്തോഷമായി. അവനൊന്ന് സെറ്റിലായിട്ട് വേണം എനിക്ക് പതുക്കെ നാട്ടിലോട്ട് മടങ്ങാൻ. തന്റെ ആഗ്രഹം പോലെ എല്ലാം ശരിയാവും. ധൈര്യമായിരിക്കും. ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ. തോമസ് വീട്ടിലേക്ക് ചെല്ലും. നമുക്ക് പിന്നെ കാണാം. ശരിയേട്ടാ. എന്തായാലും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടടി. അവന്റെ വിസ ശരിയായി. അവനുണ്ടോ അവിടെ? ഒന്ന് കൊടുത്തേ. ഇല്ലേ? ആ, അവനോട് പറ അടുത്ത വെള്ളിയാഴ്ചയാണ് അവന്റെ ടിക്കറ്റ്. എന്തായാലും അവൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ. വാ മോനെ. പപ്പ, ഇത് കമ്പനി അക്കോമഡേഷൻ ആണോ? കമ്പനി അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൂടാ. കമ്പനിയിൽ ഗസ്റ്റുകൾ വരുമ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. നമ്മുടെ സെബാസ്റ്റ്യൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ എന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രം. വല്ല ഗസ്റ്റുകളും വരികയാണെങ്കിൽ പപ്പ വർഗീസങ്ങളുടെ ഒപ്പം കൂടും. എന്നാ മോൻ പോയി കിടന്നോ. നാളെ രാവിലെ പപ്പയുടെ കൂടെ വരേണ്ടതല്ലേ? എന്നാ ശരി പാപ്പ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാവ് എ സീറ്റ്. താങ്ക് യു. വെൽ ഡൺ. യു ഹാവ് എ വെരി ഗുഡ് ട്രാക്ക് റെക്കോർഡ്. പപ്പായുടെ കഷ്ടപ്പാടൊന്നും വിഫലമായില്ല. താങ്ക് യു അങ്കിൾ. ജിനുവിന് പറ്റിയൊരു ജോലി നമുക്ക് നോക്കാം. താങ്ക് യു അങ്കിൾ. മോസ്റ്റ് വെൽക്കം. ഹലോ. ഇതാ പപ്പയുടെ ജോലിയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് തോന്നുന്നേ. അങ്ങനെയെങ്കിൽ നമുക്ക് പാർക്കിൽ വെച്ച് കാണാം. ശരി, ബൈ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? പപ്പ, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ജോലി എനിക്ക് ശരിയാവത്തില്ല.
തകരുമോ സ്നേഹം നീതിമാനേ നിൻ ചാരെ വരാ ഇരുളിൽ തെളിയും ദീപമേ എന്നും ഇരുവഴിയിൽ പ്രഭ ചൊരിയൂ ഇരുൾ വഴിയിൽ പ്രഭ ചൊരിയൂ നീർക്കുമിളകൾ പോ തകരുമോ സ്നേഹം കരളുരുകി കരയുന്ന നേരം ചാരത്തു വന്നെന്നി താങ്ങുമോ നീ താരാ കരളുരുകി കരയുന്ന നേരം ചാരത്തു വന്നെന്നെ താങ്ങുമോ നീ സ്വപ്നങ്ങളെല്ലാം തകരുന്നു കേഴുന്നു മിഴികളിൽ ജീവന്റെ സാന്ത്വനം പകരൂ സ്വപ്നങ്ങളെല്ലാം തകരുന്നു കേഴുന്നു മിഴികളിൽ ജീവന്റെ സാന്ത്വനം പകരൂ മിഴികളിൽ ജീവന്റെ സാന്ത്വനം പകരൂ ആ ഞാൻ നീ പറഞ്ഞ പാർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ശരി ശരി, ഞാൻ പോയി അവിടെ ഇരിക്കുക. ആ ഓക്കെ. ആ ഹായ് ജിനു. ആഹാ എന്താണ് ഇവിടെ? പിന്നെ കമ്പനിയിലേക്കൊന്നും കണ്ടില്ലല്ലോ. അതങ്ങള് ഞാനൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നതാ. അവൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞു. അവൻ കുറച്ച് വൈകും. നമുക്ക് കുറച്ച് നടന്നാലോ? ഓക്കെ. ജിനുവിന്റെ ഹോബിയൊക്കെ എന്താണ്? ഇടയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ പോകും. പിന്നെ യാത്രകളൊക്കെ ഇഷ്ടമാണ്. ഓ ഗുഡ്. ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? ജിനു, ഞാനൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലായത്. ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. പരിശ്രമിക്കാൻ തയ്യാറായാൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. നമ്മുടെ കമ്പനിയിൽ സെയിൽസിൽ ഒരു വേക്കൻസി ഉണ്ട്. ഐ തിങ്ക് യു ആർ ദ റൈറ്റ് പേഴ്സൺ. താങ്ക് യു അങ്കിൾ. ക്യാൻ യു ജോയിൻ ബൈ നെക്സ്റ്റ് വീക്ക്? യെസ് ഡെഫിനറ്റ്ലി. എന്നാ പിന്നെ വൈകിട്ട് വീട്ടിൽ വെച്ച് കാണാം. ആ ഓക്കെ അങ്കിൾ. എന്റെ സങ്കടം അവൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് മാത്രമാണ്. അവൻ നല്ല മോനാണ്. ഒരിക്കലും അവൻ എല്ലാം തിരിച്ചറിയും. തൊഴിലിന്റെ മഹത്വം പറഞ്ഞ് ജീവിക്കാൻ അവന് സാധിക്കും. പപ്പ, ഞാൻ സെബാസ്റ്റ്യൻ അങ്കിളിനെ കണ്ടിരുന്നു. സൺഡേ ജോയിൻ ചെയ്യാനാ പറഞ്ഞേക്കണേ. തോമസ്, ഞാൻ പറഞ്ഞില്ലേ ഔസപിതാവ് നമ്മെ സഹായിക്കുമെന്ന്. ജിനു, ഏതു തൊഴിലും നീതിയോടെ ചെയ്യാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും തോമസിന്റെ ആഗ്രഹം പോലെ ക്രിസ്തുമസിന് തന്നെ നിനക്കൊരു ജോലി കിട്ടിയല്ലോ.
രാവിൽ മാനത്തുദിച്ചുവിൻ താരകം ലോകത്തിൻ രക്ഷകൻ പൂജാതനായി വരൂ വരൂ പാടിടാം വരവേറ്റിടാം ആനന്ദത്തോടെ പാടിടാം ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവൂ ഗ്ലോറിയ 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 കുളിരോലും രാവിൽ മാനത്തോദിച്ചൊരു വെൺതാരകം ഈ മഞ്ഞിൻ കുളിരോലും രാവിൽ മാനത്തോദിച്ചൊരു വെൺതാരകം വിണ്ണിലെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ വിണ്ണിലെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിടാം ഹല്ലേലൂയ തിരക്ക് പിടിച്ചതും സംഘർഷം നിറഞ്ഞതുമായ ആധുനിക ശൈലികൾ ജീവിത വഴികളിൽ ഇരുൾ ചാർത്തുമ്പോൾ, പ്രതിസന്ധികളിൽ പ്രതീക്ഷയറ്റ് സങ്കടക്കയത്തിന്റെ ആഴങ്ങളിൽ പതിക്കുമ്പോൾ, ഇരുൾ വഴികളിൽ വർണ്ണവെളിച്ചം വാരിവിതറാൻ സാന്ത്വനമായി പ്രത്യാശയുടെ ലില്ലിപ്പൂക്കളുമായി നീതിമാനായവൻ കൂടെ വരും. ഒരു പിതാവിന്റെ സ്നേഹത്തോടെ, കരുതലോടെ.